ഹായ് ഓൾ, അർച്ചനയാണ് ഫ്രം മയൂര. ഇന്ന് നമ്മുടെ കുറേ നാൾ കൂടിയിട്ട് നമ്മൾ കോംബോ സ്റ്റേറ്റ്മെൻറ്റ് കളക്ഷൻസുമായിട്ടാണ് നമ്മൾ ഇന്ന് ലൈവ് വന്നിരിക്കുന്നത്. കോംബോ സ്റ്റേറ്റ്മെൻറ്റ് കളക്ഷൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അത്യാവശ്യം ഒരു ഇത് കോംബോ കളക്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ഫേമസ് ആവാൻ തുടങ്ങിയത് തന്നെ നമ്മൾ അത് സ്റ്റൈലിങ്, അതായത് നമ്മളുടെ സ്റ്റൈലിസ്റ്റ് വഴി സ്റ്റൈൽ ചെയ്തപ്പോൾ തൊട്ടാണ് ഈ കോംബോ കളക്ഷൻസ് എന്നുള്ളത് കുറച്ചൊന്ന് ഫെയിം ആയിട്ട് വന്നത്. അതായത് ഈ ഡബിൾ ലെയറിംഗ് ആയിട്ടുള്ള ആ ഒരു നെക്ലസസ് ഡബിൾ ലെയറിംഗ് അല്ലെങ്കിൽ ട്രിപ്പിൾ ലെയറിംഗ് ആയിട്ടുള്ള ആ ഒരു സ്റ്റൈലിംഗ് വെച്ചിട്ടുള്ള ആ ഒരു ട്രെൻഡ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മളുടെ ഇന്നത്തെ കോംബോ സ്റ്റേറ്റ്മെന്റ് കളക്ഷൻസിന്റെ ലൈവാണ് നമ്മൾ ഇന്ന് ഇതാവുന്നത്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, ഇന്നത്തെ കളക്ഷൻസിന്റെ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് അവൈലബിൾ അല്ല. അതുപോലെ തന്നെ മിക്സ് ആൻഡ് മാച്ച് പ്ലസ് അതിനകത്തു നിന്നുള്ള കളക്ഷൻസ് സെപ്പറേറ്റ് ആയിട്ടും നമുക്ക് നമ്മൾ സെല്ല് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസ് ആണ്. അപ്പോൾ ലൈവിലുള്ളവർ പെട്ടെന്ന് ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഞാനും നമ്മുടെ എല്ലാത്തിലോട്ടൊന്ന് ഷെയർ ചെയ്യട്ടെ. ലൈവിലുള്ളവരൊന്ന് കമന്റും കൂടെ ചെയ്യണേ, ഞാൻ ലൈവ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അഞ്ജജി തുടങ്ങിയോ? രാജലക്ഷ്മി സതീഷ് ഹായ്, രജനി ശ്രീനിവാസൻ ഹായ്. ഓക്കെ, ലൈവിലുള്ളവർ ഒന്ന് കമന്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാണ്, എന്തെങ്കിലും നിങ്ങൾക്ക് സെയിൽസിന്റെ അല്ലെങ്കിൽ ഓർഡറിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു നമ്പറിൽ, അതായത് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്യുക. എൻ്റെ പേഴ്സണൽ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താലും അതിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ മറ്റേ നമ്മുടെ നമ്പറിൽ അയച്ചാലേ ഉള്ളൂ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ ത്രൂ കോൺടാക്ട് ചെയ്താലും ഡിലേ ഉണ്ടാവും. അപ്പോൾ മറ്റേ നമ്പറിൽ തന്നെ മെസ്സേജ് അയക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഓക്കെ, അപ്പോൾ കുറച്ച് പേരും കൂടെ കയറിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അമ്പലി രാജേഷ് ഹായ്. കോംബോ സ്റ്റേറ്റ്മെന്റ് കളക്ഷൻസ് ആണെന്ന് കാണിക്കാൻ പോകുന്നത്. ഗീത സന്തോഷ് ഹായ്. കോംബോ സ്റ്റേറ്റ്മെന്റ് കളക്ഷൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് ഓൾറെഡി അതിന്റെ പ്രൊമോ ഞാൻ ഇട്ടിരുന്നു. പ്രൊമോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ അറിയിക്കാം. ഇതുപോലത്തെ കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ഇതുപോലെ കോംബോ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോറി, ഇതിനകത്ത് അത് ക്ലിയർ ആയിട്ട് വരുന്നില്ല. ഞാൻ ഒന്നും കൂടെ ഞാനൊന്ന് ഇതായിട്ട് കാണിക്കാം. അതായത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാനിത് സെറ്റ് ചെയ്തിട്ട് എല്ലാവർക്കിലേക്ക് എത്തുമ്പോഴത്തേക്ക് അതിന് താമസിക്കും. ജസ്റ്റ് ഒന്ന് എങ്ങനെയൊക്കെ ടൈപ്പ് ആണെന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ കളക്ഷൻസ് ആണ് നമ്മൾ കാണിക്കുന്നത്. 3, 4 ഒക്കെ ഒരുമിച്ച് നമ്മൾ സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, യമുന രവീന്ദ്രൻ ഹായ്, രമ്യ ബിനു ഹായ്, രഞ്ജു ബിനു ഹായ്, ഷീജ NK ഹായ്. അപ്പൊ കാണുന്നവർ ഒന്ന് ഷെയർ ചെയ്തേക്കണേ പ്ലീസ്. ഓക്കെ, സുനിമോൾ TR ഹായ്, ലിസ വിൽസൺ ഹായ്. ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ എല്ലാവരും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം 12 കളക്ഷൻസേ ഉള്ളൂ. കോംബോ സ്റ്റേറ്റ്മെന്റ് കളക്ഷൻസ് ആയതുകൊണ്ട് തന്നെ 12 കളക്ഷൻസേ ഉള്ളൂ. എല്ലാം ഞാൻ 14 എണ്ണം ഉണ്ട് കേട്ടോ. സോറി, 14 എണ്ണം ഉണ്ട്. എല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ എനിക്കത് വെച്ച് കാണിക്കാൻ പറ്റാവുന്നത് ഞാൻ വെച്ച് കാണിക്കാം. കാരണം ചിലതൊക്കെ അതിങ്ങനെ വെക്കുമ്പോഴാണ് അതിന്റെ ഭംഗി അറിയുന്നത് കേട്ടോ. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓൾമോസ്റ്റ് എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഇന്നത്തെ കളക്ഷൻസ്. പക്ഷെ 2000 വിത്തിനാണോ 1500 ഒരു സെറ്റ് എങ്ങാണ്ടേ ഉള്ളൂ, 2000 എബോ ഉള്ളൂ. ബാക്കി എല്ലാം 2000-നകത്തുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഓർത്തോണം, 2 മാലകളാണ് നിങ്ങൾക്ക് 2000 റുപ്പീസിന് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് 3 in 1 ആയിട്ട് യൂസ് ചെയ്യാം. ഒറ്റമാലയായിട്ട് നിങ്ങൾക്ക് ഇടാം, 2 മാലയായിട്ട് ഇടാം, അടുത്ത രണ്ടാമത്തെ മാലയായിട്ട് ഇടാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. CB സീരീസ് ആണ് കേട്ടോ. കോംബോ, C ഫോർ കോംബോ, B ഫോർ ബാറ്റ്. CB സീരീസ് ആണ്. ഓരോന്നായിട്ട് ഞാൻ വെച്ച് കാണിക്കാം. ഞാനിപ്പോ കാണിക്കുന്നത് വെച്ചിട്ട് നിങ്ങളത് ഒറ്റ പീസായിട്ട് മാത്രം നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് അത് മാത്രമായിട്ട് അവൈലബിൾ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻസ് പരമാവധി ഒഴിവാക്കുക. ഇന്നത്തെ ലൈവിൽ നമ്മളെല്ലാം കോംബോ സെറ്റായിട്ട് മാത്രമാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്.
ഓക്കെ, രണ്ടെണ്ണം കൂടെ ഒരുമിച്ചായിരിക്കും സെല് ചെയ്യുന്നത്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ടും കൂടെ പർച്ചേസ് ചെയ്യാം. ഇടുമ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് സിംഗിൾ ആയിട്ടോ ഒക്കെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇടാം. പക്ഷെ നമ്മളിത് രണ്ടെണ്ണം ഒരുമിച്ചേ ഉള്ളൂ സെല് ചെയ്യുന്നുള്ളൂ. CB01 ആണ് ഫസ്റ്റ് സെറ്റ്. ചില സെറ്റുകളുടെ കൂട്ടത്തിൽ 2 മാലകളുടെയും കമ്മലുണ്ടാവും, ചിലതിന്റെ കൂട്ടത്തിൽ ഒറ്റ കമ്മലേ ഉണ്ടാവുള്ളൂ, ചിലതിന്റെ കൂട്ടത്തിൽ കമ്മലേ ഉണ്ടാവില്ല. അപ്പോൾ ഞാനിത് ലൈവിൽ ഞാനിത് കാണിക്കും. ഓക്കെ, അതായത് ഞാൻ ഓരോന്നിന്റെ ഫോട്ടോസ് ഞാനിങ്ങനെ വെച്ച് കാണിക്കും, സെറ്റ് ചെയ്ത് കാണിക്കും. അതിനകത്തുള്ള സെറ്റുകളേ ഉള്ളൂ. ഇതാണ് ഫസ്റ്റ് സെറ്റ് കേട്ടോ. CB01, C for കോംബോ, B for ബാംഗ്ലൂർ. CB01 ആണ്. 1190 rupees ഉള്ളി. കണ്ടോ, 2 മാലകളാണ്. ഇതൊരു ഇലയുടെ ഷേപ്പിലുള്ള കാശുമാല പോലത്തേതാണ്. അതാണ് മേളില്. താഴെ നല്ല ബീഡ്സ്, നോർമൽ റൂബി ബീഡ്സ് വരുന്ന സെറ്റാണ് കേട്ടോ. ഇത് ഡബിൾ ലെയറിംഗ് ആണ്. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞ ഡബിൾ ലെയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾ ഇടുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് മേളിലും ഇത് താഴെയായിട്ട് ഇടാം, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇപ്പൊ താഴത്തെ സെറ്റ് ഞാനിപ്പം മേളിലോട്ടാക്കി കാണിച്ചു തരാം. ഓക്കെ, ഞാനത് ജസ്റ്റ് ഞാൻ ഒരെണ്ണം മാത്രം, ഫസ്റ്റ് സെറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ഇങ്ങനെ കാണിക്കുന്നത്. ബാക്കിയെല്ലാം എനിക്ക് അങ്ങനെ കാണിക്കാനായിട്ട് സമയം കിട്ടുവാണെങ്കിൽ ഞാൻ കാണിക്കാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അത് അങ്ങനെ നിങ്ങൾ അതും കൂടെ മനസ്സിലാക്കിക്കോണം കേട്ടോ. മേളിലും താഴെയായിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഏത് മാല വേണേലും മേളിലോ താഴെയായിട്ട് നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാം. ഇത് രണ്ടാമത്തെ സെറ്റ്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെയും സ്റ്റൈൽ ചെയ്യാം. മനസ്സിലായോ? മറ്റു താഴെ കിടന്നത് മേളിലും മേളിൽ കിടന്നത് താഴെയാക്കി ഇങ്ങനെ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാം. ഓക്കെ, ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞ നമ്മളുടെ കോംബോ സെറ്റ് എന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ. CB01 ആണ്. ഹായ് ഡിയർ, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. യെസ് മാം, ഐ ആം വെരി മച്ച് ഗുഡ് വീണ മാം. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാം. ഇട്ട് കാണിക്കുമ്പോൾ ഇതിന്റെ ഒരു ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം കോംബോ സെറ്റുകൾ എപ്പോഴും നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഭംഗി ചിലപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞു എന്ന് വരില്ല. അപ്പം ഞാൻ പെട്ടെന്നൊന്ന് ഇട്ട് കാണിക്കാം. ഇത് CB01 ആണ്. 1170 rupees കേട്ടോ. 1170. 2 മാലകളുടെ റേറ്റ് ആണ് 1170. അപ്പം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. 1170 ആണ്. എല്ലാം ചോക്കേഴ്സ് ആണോ? ചോക്കേഴ്സ് അല്ല, ചോക്കേഴ്സ് അല്ല. ഞാൻ ചോക്കർ പോലെ ഇത് കെട്ടിയെന്നേ ഉള്ളൂ. ചോക്കർ അല്ല, നെക്ലസ് ആണ് കേട്ടോ. റാണി, അത് വേറൊരു കാര്യം. ഇപ്പൊ പലർക്കും ഈ ചോക്കർ നെക്ലസ് എന്ന് പറയുന്നത് സെയിം ആണെന്നാണ് എല്ലാവരുടെയും വിചാരം. ചോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കഴുത്തേൽ വട്ടം കിടക്കുന്നതാണ് ചോക്കർ. നെക്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് താഴോട്ട് കിടക്കും കേട്ടോ. അത് എല്ലാവരുടെ അറിവിലേക്ക് പറയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നെല്ലാം ചോക്കേഴ്സ് അല്ല, നെക്ലസസ് ആണ്. ഓക്കെ, ഐ മീൻ നെക്ലസസും ചോക്കേഴ്സും കൂടെ മിക്സ് ആണ്. സേതുലക്ഷ്മി ഹായ്. ഇപ്പൊ ഞാൻ കാണിക്കുന്ന 2 നിങ്ങൾക്ക് നെക്ലസ് ആയിട്ട് വിടാം, ചോക്കർ ആയിട്ട് വിടാം. ഇങ്ങനെ ഡബിൾ സ്റ്റൈലിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അശ്വതി അനിൽ ഹായ്. അതുൽ കൃഷ്ണ ഹായ്. ഇതിപ്പോ ഞാൻ മേളത്തത് ഇങ്ങനെ ഇട്ടു, താഴത്തത് ഹായ് മാം, പ്രേമ മാം ഹായ്. താഴത്തത് ഇങ്ങനെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇത് 2ആയിട്ട് സ്റ്റൈൽ ചെയ്യാം. കണ്ട, നിങ്ങൾക്ക് ഈ കമന്റ്സ് കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റായിക്കുണ്ടെങ്കിൽ ഒന്ന് സ്വൈപ്പ് റൈറ്റ് ചെയ്ത് വിടുക കേട്ടോ. ഞാനിപ്പോൾ ഒന്ന് സ്വൈപ്പ് റൈറ്റ് ചെയ്ത് വിട്ടത് എനിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഐ എം വെരി മച്ച് ഫൈൻ ശശി മാം. ശ്രീലേഖ എസ് കുമാർ ഹായ്. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലത്തെ കേസ് ആയിരിക്കും. ഇതൊരു വലിയ ഓവർ ആയിട്ട് തോന്നില്ല. കാരണം സിമ്പിൾ ആയിട്ടുള്ള മാല 2 എണ്ണങ്ങളാണ്. ജസ്റ്റ് സ്റ്റാർട്ടഡ് പ്രേമ മാം, ജസ്റ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള 2 മാലകളാണ്. ഇത് ഒരുമിച്ച് ഇങ്ങനെ സ്റ്റൈൽ ചെയ്തത് കൊണ്ട് വലിയ ഓവറായിട്ടും തോന്നിക്കില്ല. കാരണം ഒരു അത്യാവശ്യം ഒരു വീതിയുള്ള മാല ഇട്ടിരിക്കുന്നതായിട്ടേ തോന്നത്തുള്ളൂ. അതേസമയം നിങ്ങൾക്ക് ഇത് ഒരെണ്ണം മാത്രം ആക്കി നിങ്ങൾക്ക് ഇട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം. ഇങ്ങനെ ഇട്ടാലും നിങ്ങൾക്ക് വേറെ ഫംഗ്ഷൻ ഇങ്ങനെ ഒരെണ്ണമായിട്ട് വിടാം, ഇത് മാത്രമായിട്ട് വിടാം. അപ്പൊ ഇതാണ് ഞാൻ ഈ പറഞ്ഞ കോംബോ സ്റ്റേറ്റ്മെന്റ് കളക്ഷൻസിന്റെ ഗുണം. അതാണ് 4-in-1 യൂസ് ഉണ്ട്. അതായത് ഓരോ മാലകൾ ഓരോന്നോരോന്നായിട്ട് ഇടുന്നത് 1, 2 എന്നുള്ള യൂസും, മൂന്നാമത്തത് നിങ്ങൾക്ക് ഈ മാല മേളില് ഈ മാല താഴെ, നാലാമത്തത് ഈ മാല മേളില് ഈ മാല താഴെ, അങ്ങനെ നിങ്ങൾക്ക് 4 ഇതായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതിന്റെ സ്റ്റഡ്സ് മാത്രമായിട്ട് നിങ്ങൾക്ക് ഇടാം. കാരണം ഹൗ ടു മെയിൻറ്റെയിൻ ഗ്യാരണ്ടി ഉണ്ട്. രത്തി വേണു, നമ്മൾ പ്രോപ്പർലി നമ്മൾ ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ കളർ ലൈഫ് ലോങ് ലാസ്റ്റ് ചെയ്യും. അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്നത് വേറെ ആൾക്കാർക്ക് ഇടാൻ കൊടുക്കാതിരിക്കുക. അതാണ് മെയിൻ ആയിട്ട്. കാരണം നിങ്ങളുടെ ടെക്സ്ചർ ആയിരിക്കില്ല ബാക്കിയുള്ളവരുടെ ടെക്സ്ചർ. ബോഡിയുടെ ടെക്സ്ചർ, അതായത് ബോഡിയുടെ ആ ഒരു സ്വെറ്റിങ്, അതൊക്കെ മറ്റുള്ളവരുടെ ഇതുമായിട്ട് വ്യത്യാസമുണ്ട്. പിന്നെ അതുപോലെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നിങ്ങൾ ഇത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഈ പട്ടുസാരിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊന്ന് എടുത്തൊന്ന് തുടച്ച് വെക്കുകയൊക്കെ ചെയ്യും. തുടച്ചല്ല, തട്ടി വെക്കുക, വെയിലത്ത് കൊണ്ടിടുക, അങ്ങനത്തെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം അതിനകത്ത് ഈർപ്പം ഇരിക്കാതിരിക്കാനാണ്. അതുപോലെ തന്നെ നിങ്ങൾ ജ്വല്ലറിയും നിങ്ങൾ ഇടയ്ക്ക് എടുത്തൊന്ന് തുടച്ച് വെക്കണം. അതായത് വെറുതെ വെള്ളം ഒഴിച്ച് സോപ്പ് ഒന്നും വേണ്ട, അതിനകത്ത് തുടച്ചൊന്ന് വെക്കുക. അത് ഒരു പഞ്ഞി കൊണ്ട് അതിനകത്ത് ഈർപ്പം യൂസ് ചെയ്യാതിരിക്കുന്നവരാണ്. കാരണം ഒത്തിരി നാൾ അടച്ചു വെച്ച് തിരിച്ചു വന്ന് നോക്കിയപ്പോഴത്തേക്കും അങ്ങനെ പ്രശ്നമായി എന്നൊക്കെ പറയാം. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര കാര്യമാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിന് വെച്ചിട്ട് മോയ്സ്ചർ കണ്ടന്റ് ഉള്ള ക്ലൈമറ്റാണ്, ഹ്യൂമിഡിറ്റി ഉള്ള ക്ലൈമറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അതൊന്ന് തുടച്ചൊന്ന് വെക്കുക. വെറുതെ വെള്ളം ഒഴിച്ച് സോപ്പിട്ടൊന്നും ചെയ്യുകയൊന്നും ചെയ്യരുതേ. ഓക്കെ, അപ്പോൾ നമ്മൾ അത് പ്രോപ്പർലി അങ്ങനെ ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ കളർ ലൈഫ് ലോങ് ലാസ്റ്റ് ചെയ്യും. ഓക്കെ, അതാണ്. പിന്നെ വേർപ്പൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഒരു ഫംഗ്ഷനൊക്കെ പോയിട്ട് വേർപ്പ് അതോടെ ഊരി വെച്ചേക്കരുത്, അതൊന്ന് തുടച്ചൊക്കെ വെക്കുക. കാരണം അഗെയിൻ വേർപ്പ് എന്ന് പറയുന്നതും വെള്ളത്തിന്റെ കണ്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് CB01. അടുത്തത് CB02 ആണ്. എഗെയിൻ അടുത്ത കോംബോ സെറ്റ്. ഇതും 1170 റുപ്പീസ്. 1170 റുപ്പീസ് ആണ് മാല ഇത് വരുന്നു. CB02 സെയിം റേറ്റ് ആണ്, 1170. ഇതിന്റെ താഴത്തെ മാല ഒരു ഗുട്ടാ പുസലു സെറ്റ് ആണ്. എന്താ നോക്കിക്കേ, ഒരു പ്രിറ്റി ഗുട്ടാ പുസലു സെറ്റ് ആണ്. നോക്കിക്കേ ഇതിന്റെ ഭംഗി. ഇത് രണ്ടെണ്ണമായിട്ട് സ്റ്റൈൽ ചെയ്യുമ്പോഴുള്ള ഭംഗി നോക്കിക്കേ. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാം, അതല്ല ഈ ഗുട്ടാ പുസലു താഴെയാക്കി, ഗുട്ടാ പുസലു മേളിലാക്കി, മറ്റേ മാല നിങ്ങൾക്ക് താഴെയാക്കി, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. രണ്ടും നെക്ലസ് കം ചോക്കറാണ്. നിങ്ങൾക്ക് ഈ ത്രെഡ് ആയതുകൊണ്ട് തന്നെ കേട്ടോ, ഈ ത്രെഡിന്റെ ഗുണം അതാണ്. ഈ ബാക്ക് സൈഡിലെ മാലയുണ്ടല്ലോ, ഐ മീൻ ഈ നമ്മുടെ ഈ മാലകൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ ബാക്ക് സൈഡിലേത് ത്രെഡ് ആണെങ്കിൽ നിങ്ങൾക്കത് ചോക്കറായിട്ടും നെക്ലസ് ആയിട്ടും നിങ്ങൾക്ക് അതിനെ സ്റ്റൈൽ ചെയ്യാം. അതാണ് ഈ ത്രെഡിന്റെ ഗുണം. നോക്കിക്കേ, ഇതാണ് അടുത്ത സെറ്റ്. ബേബീസ് ഹെൽത്ത് ഇസ് വെരി മച്ച് ഫൈൻ സാക്ഷി മാം. ഹായ്, സൂക്ഷിച്ചാൽ ഇതുപോലെ ഇരിക്കും. മോർ ദാൻ 2 years ആയ സെറ്റ്സ് എനിക്കുണ്ട്. താങ്ക് യു സോ മച്ച് മാം റാണി. താങ്ക് യു സോ മച്ച് റാണി മാം, വെരി മച്ച് താങ്ക് യു സോ മച്ച്. കാരണം ഇത് ഇങ്ങനത്തെ കമന്റ്സും ഇങ്ങനത്തെ ഫീഡ്ബാക്സും ലൈവിൽ വന്ന് പറയുമ്പോഴാണ് ആൾക്കാർക്ക് നമ്മളുടെ പ്രോഡക്ട്സിലുള്ള വിശ്വാസം നമുക്ക് കിട്ടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ലോക്കൽ ക്വാളിറ്റി സാധനങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൽ, പ്രത്യേകിച്ചും ഓൺലൈൻ ജ്വല്ലറി ബിസിനസ്സിൽ ഒത്തിരി ലോക്കൽ ക്വാളിറ്റി മെറ്റൽസും സാധനങ്ങളും ഇപ്പം നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മളുടെ ഐറ്റംസ് പ്രീമിയം ആണ് എന്ന് എന്തുകൊണ്ട് നമ്മൾ പറയുന്നു എന്നുള്ളത് ഇതുപോലത്തെ ആൾക്കാർ പറയുമ്പോഴേ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പ്രീമിയം ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ അങ്ങനെ ലൈഫ് ലോങ് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് CB02. നോക്കിക്കേ, ആ മേളിൽ ആ ഒരു മാല നല്ല ഗുട്ടാപ്പുസലു മാല, അതിന്റെ താഴെ മറ്റേ മാല. അപ്പൊ നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണേലും സ്റ്റൈൽ ചെയ്യാം കേട്ടോ. ഇത് കുറച്ച് മേളിലോട്ടാക്കിയിട്ട് ഇത് കുറച്ച് താഴെ ആക്കിയിടാം, എങ്ങനെ വേണേലും നിങ്ങൾക്ക് ഇടാം. രണ്ടെണ്ണമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോണത്. 1170 റുപ്പീസ്. 1170 റുപ്പീസ്. 1170 റുപ്പീസ് CB02. ശാരിക പിള്ളൈ താമസിച്ചിട്ടില്ല, ജസ്റ്റ് രണ്ടാമത്തെ സെറ്റ് ആയുള്ളൂ. ഹായ് വേൽമേച്ചി, ജസ്റ്റ് രണ്ടാമത്തെ സെറ്റ് ആയുള്ളൂ. CB02 1170. 1170 CB02. ഓക്കെ, ഇതിനും 2 സെറ്റ് ഓഫ് കമ്മലുകളുണ്ട് കേട്ടോ. 2 പെയർ കമ്മലുകൾ ഇതിനും വരുന്നുണ്ട്. ഓക്കെ, CB02. അടുത്തത് അഗെയിൻ അടുത്ത സെറ്റ് CB03 ആണ്. ഇത് നമ്മുടെ കസവ് മാലയുടെ ആന്റിക് ഷെയ്ഡിൽ വരുന്ന സെറ്റാണ്. ഇത് നമുക്ക് കോംബോയിൽ മാത്രമേ നമ്മൾ സെല്ല് ചെയ്യുന്നുള്ളൂ. ഇത് സിംഗിൾ പീസ് ആയിട്ട് ദയവ് ചെയ്ത് ആരും ചോദിക്കരുത്. ദയവ് ചെയ്ത് ആ ക്വസ്റ്റ്യൻസ് ഒഴിവാക്കുക. ഞാനിത് എല്ലാ കസവുമാല കാണിക്കുമ്പോഴും ഞാനിനി ഇത് റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം അതിനങ്ങനത്തെ എൻക്വയറീസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും കസവുമാല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ലൈവിൽ നിന്ന് കോംബോ ആയിട്ട് മേടിക്കാനേ പറ്റത്തുള്ളൂ. അതാണ് രത്ന ചുരുക്കം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ്. നല്ല ഭംഗിയുള്ള കസവുമാല കോംബോ സെറ്റാണ്. CB03 ആണ്. CB03 ആണിത്. CB03 ആണ്. 1270. അവിടെ മഴയുണ്ടോ? അയ്യോ, നല്ല മഴയായിരുന്നു. ഇപ്പൊ ഒന്ന് തോർന്നതേ ഉള്ളൂ. ആഫ്റ്റർ ഷോർട്ട് ടൈം വാസ് മിസ്സിംഗ് യുവർ ലൈവ്. വെൽമേച്ചി, ഞങ്ങൾക്ക് ഇന്നലെ ഇനിഞ്ഞാന്ന് ലൈവ് ഉണ്ടായിരുന്നല്ലോ. ഇന്നലെ ഒരു ദിവസം മാത്രമേ ലൈവ് ഉണ്ടായിരുന്നില്ല. ലൈവ് നമുക്കൊരു കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉള്ള കാരണം ഇന്നലെ ലൈവ് ഉണ്ടായിരുന്നില്ല. ഹായ്, ഞാൻ വൈകിപ്പോയി കൃഷ്ണപ്രിയ. ഇല്ല കൃഷ്ണപ്രിയ, വൈകി പോയിട്ടില്ല. 3ാമത്തെ സെറ്റ് ആയതേ ഉള്ളൂ. നോക്കിക്കേ, നല്ല ഭംഗിയുള്ള കസവുമാലയുടെ കോംബോ സെറ്റാണ്. നല്ല പ്രിട്ടി സെറ്റാണ്. CB03 ആണ്. 1270. 1270 റുപ്പീസ് CB03. ആ മേളിലുള്ളത് ആന്റിക് ഷെയ്ഡിലുള്ള കസവുമാലയാണ്. ഈ കസവുമാല നമ്മുടെ മറ്റേ കുറച്ച് സ്റ്റിഫാണ് കേട്ടോ. ഹായ്, ഞാൻ വൈകിപ്പോയ കൃഷ്ണപ്രിയ. ഞാനും വാങ്ങിയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. മൈകാത്മാല, താങ്ക് യു സോ മച്ച് കൃഷ്ണപ്രിയ. ഇതാണ് കസവുമാല ഞാൻ പറഞ്ഞത്. ഇത് ഈ കസവുമാല മാത്രമായിട്ട് കിട്ടത്തില്ല കേട്ടോ. അപ്പൊ ദയവ് ചെയ്ത് ആരും അങ്ങനത്തെ ചോദ്യം ചോദിക്കരുതേ.
ഇതാണ് നമ്മുടെ ഈ കസവ് മാല. ഈ കസവ് മാലയുടെ താഴെയായിട്ട് ഈ ഒരു ഗുട്ടാപ്പുസലു മാല നിങ്ങൾ സ്റ്റൈൽ എനിക്ക് ഈ കോംബോ സെറ്റ്സ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കാണിക്കുന്നത്. വേറെ ഒന്നുമില്ല, സത്യമാണ്, ഒരു കുഴപ്പവുമില്ല. 3 വർഷത്തെ എക്സ്പീരിയൻസ്. താങ്ക് യു സോ മച്ച് അമ്പിളി, താങ്ക് യു സോ മച്ച്. അപ്പം നോക്കിക്കേ, ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ്. കസവ് കോംബോ, കസവ് മാല കോംബോ സെറ്റ്. ഞാൻ മുഴുവനായിട്ട് ഇട്ട് കാണിക്കുന്നില്ല, പക്ഷേ ഇതാണ് അതിൻ്റെ ഭംഗി. ഈ മേളിൽ ഒരു കസവിൻ്റെ ചെയിൻ വരുന്നു, താഴെ ആ കളറിൻ്റെ എലമെൻറ്റും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയുള്ള സെറ്റാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇതുപോലത്തെ കോൺട്രാസ്റ്റ് ഒക്കെ ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഓക്കെ, CB03 ആണിത്. 1270 റുപ്പീസ് ഉള്ളി. രണ്ടും കൂടെ ഒരുമിച്ചുള്ള റേറ്റ് ആണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. ഒറ്റ മാലയല്ല, രണ്ടും കൂടെ ഒരുമിച്ചുള്ള റേറ്റ് ആണ്. 1270, 1270 രൂപ. 1270. ഓക്കെ, 1270 രൂപ. അടുത്തത് CB04 ആണ്. നമ്മുടെ വർണ്ണമയൂരം സെറ്റിന്റെ കളക്ഷനാണ്. വർണ്ണമയൂരം സെറ്റിന്റെ കൂട്ടത്തിലുള്ള കസവുമാല കോംബോ. CB04 again 1270. വർണ്ണമയൂരം കസവുമാല കോംബോ ആണ് കേട്ടോ. വർണ്ണമയൂരം കസവുമാല കോംബോ ആണ്. ഞാൻ ഇങ്ങനെ വർണ്ണമയൂരം കസവുമാല കോംബോ എന്നൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് കോഡ് വെച്ചിട്ട് ഓർഡർ പ്ലേസ് ചെയ്യണേ, മറക്കരുതേ. ഞാൻ ഈ പറയുന്ന വാക്കുകൾ വെച്ചൊന്നും നിങ്ങൾ കോംബോ ചെയ്യരുതേ. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറെ പേര് നമ്മളോട് 7 സ്റ്റാർ സ്റ്റോണിന്റെ കമ്മലുണ്ടോ, അതായത് നമ്മുടെ സിമ്പിൾ കമ്മലിന്റെ ഇയറിംഗ്സിന്റെ ലൈവ് ആയിരുന്നല്ലോ മിനിഞ്ഞാന്ന്. അപ്പൊ കുറെ പേര് 7 സ്റ്റോൺസിന്റെ കമ്മലുണ്ടോ, അതുപോലെ തന്നെ ഷോ സ്റ്റോപ്പർ സ്റ്റഡ് ഉണ്ടോ, അതുപോലെ തന്നെ എന്നാ പറഞ്ഞ ആമ്രപാലി സ്റ്റഡ് ഉണ്ടോ, അങ്ങനെയൊക്കെ കുറെ പേര് ചോദിച്ചു. അപ്പൊ അങ്ങനത്തെ ഞാൻ പറയുന്നതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ കറക്റ്റ് കോഡ് വെച്ചിട്ട് ഓർഡർ പ്ലേസ് ചെയ്യണേ. താങ്ക് യു രതി വേണു, അമ്പിളി പ്രദീപ്, ഹായ്ഡാ. അപ്പൊ ഇതാണ് അടുത്ത സെറ്റ്. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ പ്ലീസ്. CB04 1270. ഇത് കസവ് മാലയുടെ കോംബോ സെറ്റ് ആണ്. ഇത് വർണ്ണമയൂരം നമുക്ക് ആസ് ഓഫ് നൗ ഈ ഒരു കളറിൽ മാത്രമേ ഉള്ളൂ, ഗ്രീനിൽ മാത്രമേ ഉള്ളൂ, വേറെ കളർ കോമ്പിനേഷൻസ് ഇല്ല കേട്ടോ. CB04 ആണിത്. CB04 1270, 1270. സ്റ്റേറ്റ്മെന്റ് സിഗ്നേച്ചർ കളക്ഷൻസ് ആണ് കേട്ടോ. അടുത്തത് CB05 ആണ്. CB05 അടുത്തത് നമ്മുടെ ഓണത്തിനൊക്കെ പറ്റിയ സെറ്റാണ്. എല്ലാ ഓണത്തിന് പറ്റിയ സെറ്റാണ്. പക്ഷെ ഓണം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലോട്ട് വരുന്ന ആദ്യത്തെ സാധനം കാശിമാലയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ കാശിമാലയുടെ കോംബോ ആണ് അടുത്തത് കാണിക്കാൻ പോകുന്നത്. CB05 ആണ്. CB05 ഇതിന്റെ പ്രൈസ് വെറും 990 റുപ്പീസ് ഉള്ളി. 990 റുപ്പീസ് ഉള്ളി. ഇത് നോക്കിക്കേ, നല്ല കാശുമാല, കസവ് മാല കാശുമാല കോംബോ. കസവ് കാശ് കോംബോ ആണ് കേട്ടോ. നോക്കിക്കേ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. കസവ് കാശ് കോംബോ ആണ്. ഇതിന് കസവ് മാലയ്ക്ക് കോംബോ വരുന്ന ഒരു ഒറ്റ മാലയ്ക്കും കമ്മലുകൾ ഇതില്ല കേട്ടോ, കമ്മൽ സെറ്റ് ഇല്ല. അതിന്റെ താഴെയുള്ള മാലയുടെ കോംബോ മാത്രമേ ഉള്ളൂ. നല്ല റൂബി കളർ സ്റ്റോണിൽ വരുന്ന കസവ് കാശ് കോംബോ ആണ്. CB05 ആണ്. 990 റുപ്പീസ്. 990 റുപ്പീസ്. CB05 ആണ്. 990 റുപ്പീസ്. ഉദയദാസ്, ഹൈ മാം, ഒരു മിനിറ്റ്, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർ എടുത്തോളൂ. പിന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ്, എല്ലാവരോടും പറയട്ടെ, ഫ്രീ ഷിപ്പിംഗ് ആണ്. അപ്പൊ ആരും അത് മിസ് ചെയ്യരുത്. ഫ്രീ ഷിപ്പിംഗ് ആണ്. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. നമ്മൾ കുറെ നാൾ കൂടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു കോംബോ സ്റ്റേറ്റ്മെന്റ് കളക്ഷൻസിന്റെ കോംബോ നമ്മളിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ആരും അത് കാരണം എല്ലാവരിലേക്കും മാക്സിമം ഒന്ന് എത്തിക്കൂ. ഞാൻ മീൻ വൈൽ ഇത് നമ്മുടെ ഇൻസ്റ്റയിൽ ഒന്ന് പോസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് CB05 ആണ്. നല്ല ഭംഗിയുള്ള കസവ് മാല കാശുമാല കോംബോ. CB05 990. ചേച്ചിയുടെ പേരെന്താ? എൻ്റെ പേര് അർച്ചന അമ്പിളി. എൻ്റെ പേര് അർച്ചന. ബിന്ദു ഉണ്ണിത്താൻ, ഹായ്. അടുത്ത സെറ്റ് CB06 ആണ്. CB06 ഇത് നല്ല കെമ്പ് സ്റ്റോണിന്റെ കൂട്ടത്തിൽ ഒരു ലെയർ മാലയുടെ കോംബോ ആണ്. ഞാൻ കാണിക്കാം. ഇതെല്ലാം ഇപ്പൊ പിന്നെ എടുത്തു പറയുന്നത് നമ്മൾ ഇന്ന് കാണിക്കുന്ന കളക്ഷൻസ് എല്ലാം 2 മാല കോംബോ കളക്ഷൻസ് ആണ്. 2 എണ്ണം ചേർത്ത് നമ്മൾ കോംബോ സ്റ്റൈൽ ചെയ്യുന്ന കളക്ഷൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒറ്റമാലയായിട്ട് കിട്ടില്ല. അപ്പൊ ദയവ് ചെയ്ത് അങ്ങനത്തെ എൻക്വയറീസ് ഒഴിവാക്കുക. അടുത്ത സെറ്റ് ഇതാണ്. CB06 ആണ് അടുത്ത സെറ്റ്. 1470 റുപ്പീസ്. ഞാൻ കമ്മൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഉദയദാസ്, താങ്ക് യു സോ മച്ച് ശശി മാം. താങ്ക് യു ഉദയ. കമ്മൽ പ്രസ് ആണോ? അതെ, എല്ലാത്തിന്റെയും കമ്മൽ പ്രസ് ആണ്. നമ്മുടെ നോർമൽ പ്രസ് ആണ്. പിരി ടൈപ്പ് ഒന്നും ഇല്ല. ഇന്നത്തെ ലൈവിൽ പിരി ടൈപ്പ് ഒന്നും ഇല്ല കേട്ടോ. ഓക്കെ, CB06 ആണ്. 1470. ഇതൊരു ലെയർ മാലയാണ്. ഞാൻ ഈ ലെയർ മാല കുറച്ചും കൂടെ ഇറക്കിയിട്ട് കാണിക്കാം. അതിന്റെ സൈഡിലത്തെ ഡിസൈൻ ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് നോക്കി. ഒരു മയിലാണ് കേട്ടോ. ഒരു മയിലിന്റെ ഇതാണ്, മയിലിന്റെ ഡിസൈൻ ആണ്.
വെരി അഫോർഡബിൾ കോംബോ. താങ്ക് യു സോ മച്ച് റാണി മാം, താങ്ക് യു സോ മച്ച്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ എല്ലാം നമ്മുടെ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. മോസ്റ്റ്ലി എല്ലാം 2000 വിത്തിനകത്തുള്ള ഒരെണ്ണം മാത്രമേ ഉള്ളൂ 2000 എബോവ് ഉള്ളൂ. മിക്കവാറും നമ്മുടെ ഷോ സ്റ്റോപ്പർ സെറ്റ് ആയിരിക്കും കേട്ടോ. ഷിൽജ ദയാനന്ദൻ ഇല്ല, നമ്മൾ 6ാമത്തത് ആയിട്ടേ ഉള്ളൂ കേട്ടോ. CB06 ആണ് 1470, നല്ല ലെയറുമാല. സുധ ആർ ഹായ്, നല്ല ലെയറുമാലയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ലെയറുമാല മാത്രമായിട്ട് നിങ്ങൾ ഇടാനും പറ്റും. പിന്നെ ഈ ഒരു കോംബോയുടെ കൂട്ടത്തിൽ ഇടുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. CB06 ആണ് 1470. നിങ്ങൾക്ക് ഈ കോംബോ സെറ്റ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മളുടെ തന്നെ അത്യാവശ്യം നല്ല നമ്മളുടെ തന്നെ ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസിൽ മിക്കവരും ഇട്ടിരിക്കുന്നത് ഇതുപോലത്തെ കോംബോ സെറ്റ്സ് ആണ്. ഇതിപ്പോ ഇതിനകത്തൊക്കെ ഈ ഒരു സെറ്റിനകത്ത് മുക്ത ഇട്ടിരിക്കുന്നത് നമ്മുടെ ഒരു മുല്ലമുട്ടുമാല നാഗപടമാലയുടെ കോംബോ ആണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ മിയ ഇട്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ കോംബോ സെറ്റാണ്. നമ്മുടെ ഒരു അട്ടികൈമാല, പിന്നെ അട്ടികൈമാല കാശുമാലയുടെ ഒരു കോംബോ ആണ് മിയ ഇട്ടിരിക്കുന്നത്. അങ്ങനെ കോംബോസ് ഇഷ്ടം പോലെ ഇവരെല്ലാം ഇട്ടിരിക്കുന്നതുണ്ട്. ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. അതെ, മിയയുടെ ഈ സ്റ്റേറ്റ്മെന്റ് കളക്ഷൻ ഉണ്ടല്ലോ, നെക്ക് ചോക്കറും അട്ടികൈമാല, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതും ഇടാം. അതായത് കുറച്ച് കയറ്റി നിങ്ങളുടെ ആ ഒരു കെമ്പ് ചോക്കറും ലെയറുമാല താഴോട്ടുമായിട്ട്. ഓക്കെ, നന്ദിനി നായർ ഹായ്, സുധ ഹായ്, സൂപ്പർ കളക്ഷൻ സ്റ്റേജ് ചെയ്യാം, അടിപൊളി, താങ്ക് യു അമ്പിളി. അപ്പൊ ഇതാണിത്, നല്ലൊരു കുട്ടി ജിമ്മൊക്കെ കൂടെ ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയാണ്. ഇത് നിങ്ങൾക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ ചുമ്മാ അങ്ങനെ ഇടാം, നല്ല ഭംഗിയാണ്. CB06 ആണ് 1470. അടുത്തത് CB07 ആണ്. ഇത് അത്യാവശ്യം നല്ല ഒരു ബ്രൈഡിനൊക്കെ പറ്റിയ ഒരു സെറ്റാണ്. നല്ല കുറച്ച് വീതിയിലുള്ള ഒരു ചോക്കർ, നോക്കിക്കേ, നല്ല ഭംഗിയുള്ള ഒരു ചോക്കറാണ്. ഇതും എഗെയിൻ കാശിമാല ചോക്കറാണ്. ഈ ചോക്കർ വന്നിട്ട് ഇതിന്റെ താഴോട്ട് അത്യാവശ്യം നല്ല വീതിയിൽ വരുന്ന ഒരു എന്താ നമ്മുടെ ഈ പൂത്താലി എന്നൊക്കെ പറയത്തില്ലേ, പണ്ടത്തെ കാലത്തെ പൂത്താലി എന്നൊക്കെ പറയുന്ന പോലത്തെ സെറ്റാണ്. CB07 ആണ് ഇത്. ഇതിന് 2 കമ്മലുണ്ട്, 2 പെയർ കമ്മലുണ്ട്. ഈ ഒരു മാലയുടെ കോംബോ ആയിട്ടുള്ള മാച്ച് ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു സ്റ്റഡും മേളിലത്തെ ചോക്കറിന്റെ കോംബോ ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു സ്റ്റഡും വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ 2 സെറ്റുണ്ട്. CB07 ആണ്. ഇത്രയും അത്യാവശ്യം നല്ല വീതിയിലുള്ള സെറ്റ് ആണെങ്കിലും ഇതിന്റെ പ്രൈസ് 1290 റുപ്പീസ് ഉള്ളി. മിനിമോൾ ഹായ്, വിനിത സജീവ് താങ്ക് യു സോ മച്ച്. CB07 ആണ് 1290. എപ്പോഴും കോംബോ സെറ്റ് നമ്മളുടെ എപ്പോഴും ഒരു സ്റ്റേറ്റ്മെന്റ് പീസ് ആയിരിക്കും, എപ്പോഴും സ്റ്റേറ്റ്മെന്റ് പീസ് ആണ് നമ്മളുടെ. ഇത് ലോഞ്ച് ചെയ്ത ഫസ്റ്റ് ഫ്യൂ ജ്വല്ലറിയിലുള്ള ആൾക്കാരാണ് നമ്മൾ. അതായത് ഇത് കോംബോ, അതായത് ഈ ലെയറിംഗ് പരിപാടി തുടങ്ങിയതിന്റെ ആദ്യത്തെ കുറച്ച് ആൾക്കാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഞങ്ങൾ. അത് പ്രൗഡ്ലി എനിക്ക് പറയാൻ പറ്റും, കാരണം ഇപ്പം 10-12 വർഷത്തെ എക്സ്പീരിയൻസ് ആയല്ലോ. അതെ അമ്പിളി, ഫേസ് കട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ ഇതാണ് ഞാനിപ്പോ ഇട്ട ചോക്കർ. നിങ്ങൾക്ക് ഈ ചോക്കർ മാത്രമായിട്ട് ഇടാം, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഇടുന്നത് പോലെ മിനി അനൂപ് ഹായ്, മാളു അനൂപ് ഹായ്. ഇപ്പൊ ഇതുപോലത്തെ ഈ മാലയുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ സ്റ്റൈൽ ചെയ്യാം. കണ്ടോ, CB07 ആണ് 1290. ഇതിപ്പോ ഞാൻ ഇങ്ങനെ ഇടുന്നത് നിങ്ങൾക്ക് ഒരു ബ്രൈഡിനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഇടാം കേട്ടോ. ഒരു ബ്രൈഡിന് ഒരു ടെമ്പിൾ വെഡിങ്ങിനൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഇത് നല്ല ഭംഗിക്ക് നിങ്ങൾക്ക് ഇത് സ്റ്റൈൽ ചെയ്യാം. CB07 ആണിത്. CB07 അഞ്ജേജി പറഞ്ഞോ, CB07 1290. ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ വരാം, വീഡിയോ കോളിൽ വിളിക്കാം. 1290 CB07 ആണ്. CB07 ഓക്കെ. അടുത്തത് CB08 ആണ്. അടുത്തത് അഗെയിൻ നമ്മുടെ കാശിമാലയുടെ ഒരു ഇതാണ്, അടിപൊളി ഓഫറാണല്ലോ. താങ്ക് യു ജന്നത്ത്. അടുത്തത് നമ്മുടെ കാശിമാലയുടെ ഒരു കോംബോ ആണ്. അത് കാശിമാല താമര കോംബോ, കാശിമാലയും താമരയും ചേർന്ന് വരുന്ന കോംബോ ആണ് അടുത്തത്. നീ വാ, നമുക്ക് പ്രോഗ്രാം ചെയ്യാം. ബെസ്റ്റ്. ഇപ്പോഴാണത് പറയാൻ പോണേ. ചേച്ചിയുടെ ലൈവ് കാണൂ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു സോ മച്ച്. CB08 ആണ് ഇപ്പൊ കാണിക്കുന്നത്. 790 റുപ്പീസ് ഉള്ളി, 790. നീ വാ, നമുക്ക് പ്രോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞതിന്റെ പിന്നിലെ ചേതോ വികാരം എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പൊ ഞാൻ അങ്ങോട്ട് വന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് ചെയ്യണം എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? അമിത പ്രശോഭായി. അടുത്തത് നമ്മുടെ താമര കാശ് കോംബോ ആണ്. സിമ്പിൾ ആയിട്ടുള്ള സെറ്റ് ആണ്. 790 റുപ്പീസ് ഉള്ളി. CB08 ആണ്. CB08 കോംബോ ആണ്. 790 റുപ്പീസ് ഫോർ ഈ ഒരു ഫുൾ സെറ്റ് കേട്ടോ.
ഫുൾ സെറ്റിനും കൂടെ 790 റുപ്പീസേ ഉള്ളൂ. മാളു അനൂപ് ഹായ്, മിനി സുഖലാൽ ഹായ്. അപ്പൊ ഇതാണ് അടുത്ത സെറ്റ്. CB08 ആണ്. CB08 ആണ് 790 റുപ്പീസ്. കാശിമാല താമര കോംബോ. താമര മാലയൊക്കെ ഒറ്റ സ്റ്റോൺ മാത്രമേ ഉള്ളൂ കേട്ടോ. അതിന്റെ നടുക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ സ്റ്റോണും മാലയിലും മേളിൽ ഗ്രീൻ സ്റ്റോൺ ആണ് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാശിമാല താമരമാല കോംബോ. CB08 ആണിത്. 790 റുപ്പീസ്. 790 റുപ്പീസ്. 790 CB08. അടുത്ത സെറ്റ് CB09 ആണ്. സൂപ്പർ കോംബോ കളക്ഷൻസ്. താങ്ക് യു സോ മച്ച് നിധി വിദ്യ. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണേലും ആണെങ്കിൽ ഒന്ന് ലൈവ് ഷെയർ ചെയ്യണേ. അതെ വീണ ബാബു, അതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസ് ആണ് കേട്ടോ. എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസ് ആണ്. CB09 9ാമത്തെ സെറ്റ് വരെ ആയി കേട്ടോ. അടുത്തത് CB09 ആണ്. എഗെയിൻ നമ്മുടെ ആ ഒരു ചോക്കർ വന്നിട്ടുള്ള വർണ്ണമയൂരം കളക്ഷൻ ഗുട്ടാപ്പസുലൂല് വരുന്ന കോംബോ സെറ്റ് ആണ് ഇപ്പൊ കാണിക്കുന്നത്. CB09 ആണ്. 1270 റുപ്പീസ് ഉള്ളി. ഇത് കണ്ടോ, ഇത് നല്ല ഭംഗിയാണ്. ഈ ഒരു അലുക്കുമാല വരുമ്പോഴത്തേക്കും അതിന്റെ കൂട്ടത്തിൽ ഈ ഒരു ചോക്കറും കൂടെ വരുമ്പോഴേ ഭയങ്കര ഭംഗിയാണ്. CB09 ആണ്. 1270 1270 രൂപ. അതേ കമ്മലും ഉണ്ട്. ഓക്കെ, CB09 ആണ്. 1270 റുപ്പീസ്. 9 ആണ്. ഇനി നമുക്ക് 3 എണ്ണം കൂടെ ഉള്ളേ. 4 എണ്ണം കൂടെ ഉണ്ട്. CB09 ആണിത്. 1270 ചോക്കർ, കാശിന്റെ ചോക്കറും മാലയും കൂടെ ഉള്ള കോംബോ. CB09 1270. അടുത്തത് CB10 ആണ്. എഗെയിൻ നമ്മുടെ കാശിമാലയുടെ തന്നെ കോംബോ ആണ്. കാശിമാലയുടെ കൂട്ടത്തില് ലെയേർഡ്, അതായത് നമ്മൾ ഇത്രയും നേരം കാണിച്ചത് ആ ഒരു ചോക്കർ നമ്മൾ കാണിച്ചില്ലേ ചേച്ചി? അട്ടികയുണ്ടോ? അട്ടികയുടെ കളക്ഷൻസിന്റെ ലിങ്ക് അയച്ചു തരാം. അട്ടികയുണ്ട്, അത് വേറെ കളക്ഷനാണ്. അട്ടികയുണ്ട് കേട്ടോ. ഉണ്ട്. ഇന്നത്തെ ലൈവിലില്ല, അട്ടികയുണ്ട്. പക്ഷേ അട്ടിക എന്ന് പറയുന്നത് പല ഡിസൈൻസിലുള്ള അട്ടിക നമ്മുടെ ഉണ്ട്. വീണ ഏത് ടൈപ്പാണ് നോക്കുന്നതെന്നൊന്ന് പറയുവാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും റെഫറൻസ് പിക്കോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വാട്സാപ്പ് ചെയ്യൂ. സിമിലർ ടൈപ്പ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് തരാം കേട്ടോ. Ma'am, can you explain about the stones in the neck pieces? Nandini Nair, the stones are all semi-precious stones or guaranteed stones and not ചീപ്പ് ക്വാളിറ്റി സ്റ്റോൺസ്. അതാണ് സംഭവം. പ്ലാസ്റ്റിക്സ് അല്ല, പ്ലാസ്റ്റിക് സ്റ്റോൺസ് അല്ല, ചീപ്പ് ക്വാളിറ്റി സ്റ്റോൺസ് അല്ല. എല്ലാം സെമി പ്രഷ്യസ് ഓർ കെംപു സ്റ്റോൺസ് ഓർ റൂബി ഓർ എമറാൾഡ് സ്റ്റോൺസ്. ഓക്കെ, വേറെ ഒന്നും കൂട്ടിത്തൊടിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ CB10 ആണിത്. CB10 1100 റുപ്പീസ്. 1100 ആണ് ഇപ്പൊ കാണിക്കാൻ പോണത്. ഇത് നമ്മുടെ ലെയർ ആയിട്ടുള്ള കാശിമാലയുടെ സ്റ്റോൺസ് ഉള്ളത് സെൻട്രൽ ലോക്കറ്റ് ടൈപ്പ്. മനസ്സിലായി. സ്റ്റോൺസ് ഉള്ള സെൻട്രൽ ലോക്കറ്റ് ടൈപ്പ് തന്നെ വീണാൽ നമുക്ക് അതുപോലത്തെ തന്നെ പല അട്ടികയുണ്ട്. ഈ സെൻട്രൽ ലോക്കറ്റ് എനിക്ക് മനസ്സിലായി. ഇങ്ങനെ സ്റ്റോൺസ് വന്നിട്ട് ഇവിടെ മാത്രം ഇങ്ങനെ സ്റ്റോൺ ഉള്ളതല്ലേ ഉദ്ദേശിക്കുന്നത്. അതിന്റെ തന്നെ നമുക്ക് വേറെ ഡിസൈൻസും ഉണ്ട്. എന്തായാലും റെഫറൻസ് പിക്ക് ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരൂ കേട്ടോ വീണ. അപ്പൊ ഇതാണ് CB10 ആണ്. 1100 റുപ്പീസ്. ഇത് കാശിമാല, ഇത് ലെയർഡ് കാശിമാല. കണ്ട നല്ല ഭംഗിയുള്ള സെറ്റാണ്. മാച്ചിങ് ആയിട്ടുള്ള ഇയറിംഗും ഉണ്ട്. CB10 ആണ്. 1100 റുപ്പീസ്. 1100 രൂപ. 1100 റുപ്പീസ് കേട്ടോ. CB10 ആണ്. 1100 റുപ്പീസ്. CB10. അടുത്തത് ഇതാണ്. ഇതൊരു അട്ടികയാണ് കാണിക്കാൻ പോണത് കേട്ടോ വീണ. പക്ഷെ ഇത് നമുക്ക് സിംഗിൾ പീസ് ആയിട്ട് കിട്ടത്തില്ല. ഇപ്പൊ കാണിക്കാൻ പോണത് ഒരു അട്ടികൈ സെറ്റാണ്. പക്ഷെ ഇതിന് ഒരു ഗുണം ഉണ്ടെന്ന് വെച്ചാൽ ഇതിന് 2 in 1 ആണ്. അതായത് 2 സൈഡിലും ഉണ്ട്. ഞാനിത് കാണിച്ചു തരാം. ഇത് കസവ് മാല അട്ടികൈ കോംബോ ആണ് കേട്ടോ. കസവ് മാലയുടെ അട്ടികൈ സ്റ്റോൺ സെറ്റാണ്. ഇപ്പൊ ഞാൻ വെച്ച് കാണിച്ചു തരാം. ഈ ഒരു അട്ടികയുടെ ഗുണം പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ അട്ടികൈ സെറ്റ് 2 in 1 ആണ്. അതായത് ഒരു സൈഡിൽ ഗ്രീൻ സ്റ്റോൺസും മറ്റേ സൈഡിൽ റെഡ് സ്റ്റോൺസും ആണ് കേട്ടോ. CB11 ആണ് ഇതിന്റെ കോഡ്. CB11 1770 റുപ്പീസ് ഉള്ളി. 1770. ഹായ് സിന്ധു രാജേഷ്. ഇത് അട്ടികൈ മാലയാണ്. പക്ഷെ അട്ടികയുടെ സാധാരണ അട്ടികയ്ക്ക് അതിന്റെ സ്റ്റോൺ വരുന്നത് റൗണ്ട് ആയിരിക്കും. പക്ഷെ ഇത് വന്നിരിക്കുന്നത് മാങ്ങയാണ് കേട്ടോ.
കാശിമാലയിൽ പ്രിന്റ് ഉണ്ടോ? ഉണ്ട് ലിസ വിൽസൺ, ഉണ്ട്. എല്ലാ മിക്ക കാശിമാലയിലും പ്രിന്റ് ഉള്ളതാണ് നമുക്ക് വരുന്നത്. മറ്റേ ദേവി ഇംപ്രിന്റ് ഉള്ളതാണ് നമുക്ക് എല്ലാം വരുന്നത്. വെരി സോറി, മറ്റേ ഹിന്ദു ഇംപ്രിന്റിന്റെ കാശിമാല ഇങ്ങനത്തെ ഡിസൈൻസിൽ വരില്ല കേട്ടോ. അപ്പൊ ഇതാണ് ഞാനിപ്പോ കാണിക്കുന്നത്. CB11 ആണ് 1770. നോക്കിക്കേ, ഹാരം ഇസ് നോട്ട് ദെയർ അനിൽ ലക്ഷ്മി ടുഡേ. വി ഡോണ്ട് ഹാവ് ഹാരംസ്. ഇറ്റ് ഇസ് ഓൺലി കോംബോ സ്റ്റേറ്റ്മെന്റ് കളക്ഷൻസ്, അതായത് കോംബോ നെക്ലസ് കളക്ഷൻസ്. ഇതാണ് ഞാനിപ്പോ കാണിക്കുന്നത്. ഇതിന്റെ ഇയറിംഗും 2-in-1 ആണ്. ഇതാണ് ഇതിന്റെ ഒരു സൈഡ് ഇയറിംഗ്, മറ്റേ സൈഡ് റെഡ് ആണ്. ഈ മാലയും ഇതുപോലെ തന്നെ കേട്ടോ. ഒരു സൈഡിൽ റെഡ് ആണ്, ഒരു സൈഡിൽ റെഡും മറ്റേ സൈഡിൽ ഗ്രീനും ആണ്. കമ്മലും അങ്ങനെ തന്നെയാണ്. ഇത് ഇങ്ങനെ രണ്ടായിട്ട് വരുന്ന രീതിയിലുള്ള കമ്മലാണ് നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇങ്ങനെ എന്നിട്ട് ഇത് ഇങ്ങനെ വരും. എന്നിട്ട് അതിന്റെ സ്റ്റഡ് നമ്മൾ 4 സ്റ്റഡ്സ് തരും. അതായത് ഒന്ന് റൂബിയും പിന്നെ ഒന്ന് നമ്മുടെ ഈ ഗ്രീനും തരും. ഇങ്ങനെ 2 പെയർ ഓഫ് സ്റ്റഡ്സ് നമ്മൾ തരുന്നതായിരിക്കും. രണ്ട് പെയർ ഓഫ് സ്റ്റഡ്സ് നമ്മൾ തരുന്നതായിരിക്കും. അതിന് മാച്ചിങ് ആയിട്ട് ഇത് ഇങ്ങനെ ഇയറിംഗും തരും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നമ്മൾ നോർമൽ ജുംക്ക ഇടുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് മാറ്റി മാറ്റി ഇടാം. അതാണ് ഇയറിംഗ്സ് വരുന്നത്. എന്നിട്ട് ഇത് ഇങ്ങനെ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാം. അപ്പൊ ഞാൻ ഈ മാലയും കൂടെ ഞാനൊന്ന് തിരിച്ചു വെച്ച് കാണിക്കാം. CB11 ആണിത്. CB11ന്റെ ഒരു സൈഡിൽ ഗ്രീൻ വിത്ത് റൂബി സ്റ്റോൺസ്, അതെ, മറ്റേ സൈഡിൽ റൂബി വിത്ത് ഗ്രീൻ സ്റ്റോൺസ്. രണ്ടും സെയിം ആണ്, പക്ഷെ കളർ വേരിയേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതും ഒരു അട്ടികൈ സെറ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതിന് CB11 ആണ് 1770. അടുത്തത് നമ്മളുടെ സിഗ്നേച്ചർ പീസസ് ആണ് 2 എണ്ണം വരുന്നത്. 2470 റുപ്പീസിന്റെ സെറ്റ് ആണ് ഇപ്പൊ അടുത്തത് കാണിക്കാൻ പോണത്. CB12 ആണ്. CB12 ആണിത്. CB12 നോക്കിക്കേ, നല്ല ഭംഗിയുള്ള ഗോൾഡ് റേറ്റ് ഇങ്ങനെ കൂടിയിരിക്കുന്ന കാലത്ത് ബ്രൈഡ്സിന് ഇതൊക്കെ തന്നെ മതി. ജന്നത്ത് ഹുസൈൻ, അതെ അതെ ശരിയാണ്. കാരണം അതുപോലെ ഗോൾഡ് റേറ്റ് കൂടിയിരിക്കുകയാണ്. അപ്പം പക്ഷെ ഗോൾഡ് എപ്പോഴും ഒരു അസറ്റ് തന്നെയാണ്. അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പക്ഷെ എങ്കിലും ഇപ്പോൾ ഒത്തിരി മാലകളൊക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്ത് ഇറങ്ങാൻ പല ബ്രൈഡ്സിന് എപ്പോഴും അതൊരു ആഗ്രഹം ഉണ്ടല്ലോ. കല്യാണം ഒരിക്കലല്ലേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും അത് നല്ല രീതിയിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്റ്റൈൽ ചെയ്ത്, ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡിസൈൻസ് ഒക്കെ നോക്കിയാണ് അവർ എപ്പോഴും കല്യാണത്തോണ്ട് ഇറങ്ങുന്നത്. പല ഡിസൈൻസും റെഫറൻസസും ഒക്കെ എടുത്ത് നോക്കിയിട്ടാണ് വരുന്നത്. അപ്പോൾ അതുപോലെ അങ്ങനത്തെ ആൾക്കാർക്ക് ഇതുപോലത്തെ മാലകളൊക്കെ വെച്ച് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ ആ ഒരു ലെവലിലേക്ക് എത്തത്തുള്ളൂ. അർച്ചന ഓക്സിഡൈസ് ബാംഗിൾസ് ലൈവ് ഉണ്ടാകുമോ ഇൻ ദ കമ്മിങ് ഡേയ്സ്? കൈൻഡ്ലി ലെറ്റ് മീ നോ. ഓക്കെ വെൽമേച്ചി, ഉണ്ട്. ലൈവ് ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ലൈവായിട്ട് ഉണ്ടാവില്ല. ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന സെറ്റ്. മേളിൽ നല്ല കരിമ്പച്ച പിങ്ക് സ്റ്റോൺ കോംബോയിലുള്ള മാങ്ങാമാലയാണ്. താഴെ എഗെയിൻ പൂത്താലി പോലത്തെ ഒരു മാലയാണ്. ഈ താഴത്തെ മാലയുടെ മാച്ചിങ് ആയിട്ടുള്ള ജുമുക്ക ഇതാണ്. നോക്കിക്കേ, പിരിയാണ് കേട്ടോ, സ്ക്രൂവിന്റെ പിരിയാണ്. കമ്മല് വരുന്നു. ഇത് കമ്മല്, പിന്നെ മറ്റേ മിക്സ് ആയിട്ട് വരാം. പിന്നെ അതിന് മാച്ചിങ് ആയിട്ട് ഈ താഴത്തതിനുള്ള ഒരു കുട്ടി സ്റ്റഡ്. ഇത് പിള്ളേർക്കൊക്കെ പറ്റിയതാണ് കേട്ടോ. കുട്ടി ഒരു മാങ്ങയുടെ സ്റ്റഡ്. പാലക്ക മാല ഡബിൾ സൈഡ് കളർ ഉണ്ടോ? ഇല്ല രഞ്ജു പ്രിയ, നമുക്ക് ഇപ്പോഴത്തേക്ക് അതില്ല. മാക്സിമം നമ്മളത് ഓണത്തിന് ടൈമിലേക്ക് നമ്മളത് കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കും കേട്ടോ. യെസ് ഷാരു, ലേറ്റ് ആയിപ്പോയി. എന്ത് പറ്റി? നമ്മളിപ്പോൾ 12ാമത്തെ സെറ്റായി, സെക്കൻഡ് ലാസ്റ്റ് സെറ്റായി. അപ്പൊ ഇതാണ് CB12 ആണിത്. 2470 2470 2470 കോംബോ സെറ്റ്. ഓക്കെ, നല്ല ഭംഗിയുള്ള കോംബോ സെറ്റ്. ഇതാണ് 2470 റുപ്പീസിന്റെ CB12 ആണ് കേട്ടോ. ഇത് CB12. അടുത്തത് നമ്മുടെ ലാസ്റ്റ് സെറ്റ് ആണ്. CB14 ആണ്. CB14 ആണ് അടുത്തത് കാണിക്കാൻ പോണത്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 1970 റുപ്പീസ്. അഫോർഡബിൾ പ്രൈസിൽ ക്വാളിറ്റി പ്രൊഡക്ട്സ് കൊണ്ടുവരുന്ന മയൂരയ്ക്ക് അർച്ചനയ്ക്ക് നന്ദി. താങ്ക് യു സോ മച്ച് ജന്നത്ത് മാം, താങ്ക് യു സോ മച്ച്. അടുത്തത് CB14 ആണ്. CB14 ഇത് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ്. എൻ്റെ വൺ ഓഫ് ദി പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഇന്നത്തെ ലൈവില്. 1970 റുപ്പീസ് കേട്ടോ. ഇതിന് 1970 റുപ്പീസ്. ഇത് നല്ല കാശുമാല മാങ്ങാമാല കോംബോ ആണ്. അതും നല്ല ആന്റിക് ഷെയ്ഡിൽ വന്നിരിക്കുന്ന സെറ്റാണ്. ഈ ഒരു ആന്റിക് മാലയുടെ ഭംഗി കണ്ടോ നിങ്ങൾ? നോക്കിക്കേ,
ഇത് കണ്ടോ, നല്ല കാശിമല, അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോൺസ് വന്നിട്ടുണ്ട്. ഇത് റിയൽ ഗോൾഡിൻ്റെ അതേ ഡിസൈനിൽ നമ്മൾ പണിയിച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ. നോക്കിക്കേ, ഇതിൻ്റെ പുറകിൽ ത്രെഡാണ്. അപ്പോൾ ത്രെഡ് ഇട്ടിട്ടായിരിക്കും നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യുന്നത്. ചെയിൻ ഇല്ല, ആൻറ്റിക് ഡിസൈനിൽ ചെയിൻ ഇല്ല. നോക്കിക്കേ ഇതിൻ്റെ ഭംഗി. CB14 ആണ് 1970. CB14 1970. CB14 ആണ് കേട്ടോ. CB14 ആണിത്. 1970, 1970 രൂപ. CB14. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം. ഇതിന്റെ ഭംഗി അറിയണമെങ്കിൽ, ഈ കോംബോ സെറ്റ്സിന്റെ ഒക്കെ ഭംഗി അറിയണമെങ്കിൽ എപ്പോഴും ഒന്ന് ഇട്ട് കാണിച്ചാലേ ഭംഗി വരത്തുള്ളൂ. CB14 14. ഈ മാല തന്നെ ഇടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട്. CB14. എന്നിട്ട് ഇതിന്റെ താഴോട്ട് ഈ മാല കണ്ടോ, ആന്റിക് ഡിസൈൻ ആണ്. CB14 ആണ് കേട്ടോ. 14 1970 കണ്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ മാല ഇങ്ങനെ ചുമ്മാ വെച്ചിരിക്കുന്നതാണ് ശരിക്കും കിടക്കാത്തത്. 1970 റുപ്പീസ്, 1970 രൂപ. 1970. ഓക്കെ, അപ്പോൾ അതോടുകൂടി നമ്മുടെ ഇന്നത്തെ കോംബോ സ്റ്റേറ്റ്മെന്റ് കളക്ഷൻസിന്റെ ലൈവ് അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും നമ്മൾ കുറേ നാൾ കൂടിയിട്ടാണ് മാജി സുമേഷ് നമ്മൾ എല്ലാത്തിൻ്റെയും ലൈവിൻ്റെ ഇപ്പോഴാണ് കയറിയതെങ്കിൽ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ എല്ലാ കളക്ഷൻസിൻ്റെയും കൂട്ടത്തിൽ അതിൻ്റെ കോഡ് മെൻഷൻ ചെയ്യുന്നുണ്ട്, പ്രൈസും മെൻഷൻ ചെയ്യുന്നുണ്ട്. ഐറ്റം ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോഡ് വെച്ചിട്ട് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, എല്ലാം കോംബോ ആയിട്ടേ കിട്ടുള്ളൂ. അതായത് 2 മാലകളായിട്ടാണ് എല്ലാം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അല്ലാണ്ട് നിങ്ങൾക്ക് സിംഗിൾ മാലകളായിട്ട് കിട്ടില്ല. പിന്നെ ഇപ്പം CB01 ഫസ്റ്റ് മാല, CB03 സെക്കൻഡ് മാല, അങ്ങനത്തെ മിക്സ് ആൻഡ് മാച്ച് നമുക്ക് പോസിബിൾ അല്ല. ഓക്കെ, ബാംഗിൾ കളക്ഷൻസ് ഉടനെ ഉണ്ടാവില്ല. കാരണം നമ്മൾ ലാസ്റ്റ് മാസം നമ്മൾ സിമ്പിൾ ബാംഗിൾസിന്റെ കളക്ഷൻസ് ഓൾറെഡി ലൈവ് ചെയ്തല്ലോ. ലാസ്റ്റ് ഇതാണോ? എന്തായാലും റീസെന്റ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉടനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ജന്നത്ത് മാം. ഓക്കെ, അപ്പോൾ അതോടുകൂടി നമ്മളുടെ 14 കളക്ഷൻസ്, കോംബോ സ്റ്റേറ്റ്മെന്റ് കളക്ഷൻസിന്റെ 14 എണ്ണത്തിന്റെ ലൈവ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ലോങ് ഹാരംസ് ആയിരിക്കും. കാരണം നമ്മൾ ഇന്നലെ ചെയ്യാനിരുന്നായിരുന്നു കോംബോ സെറ്റ്സ്, ഇന്ന് ലോങ് ഹാരംസ് ആയിരുന്നു ചെയ്യാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിന് പകരം നമ്മൾ ഇന്നിപ്പോൾ കോംബോ എടുത്തു, ഇന്നലെ പറ്റിയില്ല. അടുത്ത ആഴ്ച ലോങ് ഹാരംസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇപ്പോൾ കയറിയവർ റിവൈൻഡ് ചെയ്ത് കാണുക. എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആണ്. വിത്തിൻ ഇന്ത്യ എങ്ങോട്ടാണെങ്കിലും ഫ്രീ ഷിപ്പിംഗ് ആണ്. അഫോർഡബിൾ റേറ്റ്സിലുള്ള കളക്ഷൻസ് ആണ്. എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ലിങ്കിൽ തന്നെ ഡയറക്ട്ലി പിങ് ചെയ്ത് വാട്സാപ്പിൽ കയറി നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാം വിത്ത് കോഡ് കേട്ടോ. സ്ക്രീൻഷോട്ട് നിങ്ങളുടെ റെഫറൻസിലേക്ക് വെച്ചാൽ മതി. ഓക്കെ, കറക്റ്റ് കോഡ് വെച്ചിട്ട് ഓർഡർ പ്ലേസ് ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ടാറ്റാ.